രോഗങ്ങളാലും മറ്റ് ശാരീരിക പ്രശ്നങ്ങളാലും വീടിനുള്ളിൽ ഒറ്റപ്പെട്ടവർക്കായി നൂതന പദ്ധതിയുമായി കോഴിക്കോട് ചക്കിട്ടപ്പാറ പഞ്ചായത്ത് 1 കോടി രൂപ ചെലവഴിച്ചാണ് ശ്രുതി എന്ന പദ്ധതിക്ക് രൂപകൽപ്പന ചെയ്തത്. പദ്ധതി 2026 മാർച്ചോടെ പൂർത്തീകരിക്കുക എന്നതാണ് ലക്ഷ്യം. അവശതയനുഭവിക്കുന്ന ഓരോരുത്തരുടെയും വീടുകളിലെത്തി കരുതലിന്റെ തണലൊരുക്കുകയാണ് ഒരു ഗ്രാമം. നാട്ടിലെ മുഴുവൻ ഭിന്നശേഷിക്കാരുടെയും സമഗ്ര വിവരങ്ങൾ വിരൽത്തുമ്പിൽ ലഭ്യമാക്കുക മാത്രമല്ല, തൊഴിലും തെറാപ്പിയും കൃഷിയും വിനോദവുമായി കുടുംബത്തെയാകെ മുഖ്യധാരയിലെത്തിക്കുന്ന ശ്രുതി പദ്ധതിയുമായാണ് ചക്കിട്ടപ്പാറ പഞ്ചായത്ത് മാതൃകയാകുന്നത്. ഭിന്നശേഷിക്കാർ, വയോജനങ്ങൾ, കിടപ്പുരോഗികൾ തുടങ്ങിയ വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ, ആവശ്യങ്ങളും അറിഞ്ഞ് നിറപ്പകിട്ടാർന്ന ജീവിതം സാധ്യമാക്കാനാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ പരിശ്രമം. 1 കോടി രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയിരിക്കുന്നത്. ആദ്യഘട്ടമായി പഞ്ചായത്തിലെ ഓരോ ഭിന്നശേഷിക്കാരുടെയും സമഗ്ര വിവരങ്ങൾ അടങ്ങിയ വെബ്സൈറ്റ് സജ്ജമാക്കി. 228 പേരുടെ വിവരങ്ങളാണ് ഉള്ളത്. ഇത് നമ്മുടെ പഞ്ചായത്തിലെ ഭിന്നശേഷിക്കാർക്ക് വലിയ ഉപകാരമാകും. കാരണം ഭിന്നശേഷിക്കാർ മാത്രമല്ല, അവരുടെ കൂടെയുള്ള രക്ഷിതാക്കൾ, അവർക്ക് കൂടി ഒരു തൊഴിൽ പരിശീലന കേന്ദ്രം ഇവിടെ ആരംഭിക്കണം എന്നാണ് ആലോചിക്കുന്നത്. അങ്ങനെ നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ ഭിന്നശേഷിക്കാരും സംരക്ഷിക്കപ്പെടും എന്ന് തോന്നുന്ന ഒരു ബൃഹത്തായ പദ്ധതിയായിട്ടാണ് ശ്രുതി എന്ന് പറയുന്ന ഈ പദ്ധതി നടപ്പാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. വെബ്സൈറ്റിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തൊഴിലും മറ്റ് സേവനങ്ങളും ലഭ്യമാക്കുക. മുതുകാട് 50 ലക്ഷം രൂപ ചിലവിട്ട് കെട്ടിടവും നിർമ്മിച്ചു കഴിഞ്ഞു. ഇവിടെ പാർക്ക്, വിനോദോപാധികൾ, വിജ്ഞാന സ്രോതസ്സുകൾ, തെറാപ്പി സെന്ററുകൾ, ജീവിത നൈപുണ്യ വികസന കേന്ദ്രങ്ങൾ, വൈദ്യസഹായം, തൊഴിൽ പരിശീലനം തുടങ്ങിയൊക്കെ തന്നെയും തയ്യാറാക്കുന്നുമുണ്ട്. ഏതൊരു വീട്ടിലും ഭിന്നശേഷിക്കാരോ കിടപ്പുകാരായ രോഗികളോ ഉണ്ടെങ്കിൽ വീട്ടിലെത്തിയും ഈ കേന്ദ്രത്തിൽ നിന്ന് സ്വാന്തന പരിചരണങ്ങൾ ലഭ്യമാക്കും. ഭിന്നശേഷിക്കാരെ പകൽ പരിചരിക്കാനുള്ള സംവിധാനവും ഇവിടെയുണ്ട്. കേന്ദ്രത്തിലെ പരിപാലന ചുമതല കുടുംബശ്രീ യൂണിറ്റിനാണ്. അങ്ങനെ സഹായം ആവശ്യമായവരെ ചേർത്തുപിടിച്ച് വ്യത്യസ്ത മാതൃക തീർക്കുകയാണ് ചക്കിട്ടപ്പാറ പഞ്ചായത്ത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.